ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ജിഅ്തുക ലിതുഅല്ലിമനി മിൻ ഗറായിബിൽ ഇൽം. നബിയെ, വിചിത്രമായ ഇൽമുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിരി നബിയെ എന്ന് പറഞ്ഞ ഭയങ്കര രസകരമായ ഇൽമുകൾ അത് പറഞ്ഞിരി നബിയെ. രസകരമായ വിഷയങ്ങൾ അറിയണമെങ്കിൽ അത് സീരിയസ് വിഷയങ്ങൾ അറിയണ്ടേ, എപ്പോഴല്ലേ രസകരം. ഗറായിബ് എന്ന് പറഞ്ഞ സ്ട്രേഞ്ച് ആൻഡ് ഓഡ് ആൻഡ് റെയർ തിങ്സ്, ഇതൊക്കെ പറഞ്ഞിരി നബിയെ എന്ന് ചോദിച്ചു. ഹബീബായ തങ്ങൾ ചോദിച്ചു, മാ സനഅത ഫീ റഅസിൽ ഇൽം, അറിയേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ വിഷയത്തിൽ നീ എന്തറിഞ്ഞു ചോദിച്ചു. എന്താ നബി, അങ്ങനെ ഒരു ഇൽമുണ്ടോ, നമ്മൾ അറിയേണ്ട അടിസ്ഥാന വിവരങ്ങൾ? അങ്ങ് ചോദിച്ചു, ഹൽ അറഫ്ത അല്ലാഹ അസ്സ വജൽ, അല്ലാഹുവിനെ പറ്റി നീ എന്തറിഞ്ഞു? അല്ലാഹു ഉണ്ട് എന്നോ? ഇതാണോ നമ്മുടെ അഖീദ? അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കലാണോ അഖീദ? അത് മാത്രമല്ലല്ലോ, അല്ലാഹു ഉണ്ട് അതല്ലല്ലോ. അല്ലാഹു റബ്ബി, എന്റെ മുഴുവൻ തർബിയത്തും അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു നിഅമൽ വകീൽ, അല്ലാഹു നിഅമൻ നസീർ, അല്ലാഹു നിഅമൽ മൗല. ഇങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അസ്മാഅകൾ മനസ്സിലാക്കിയാലേ അള്ളാഹുവിനെ പറ്റി അറിഞ്ഞു എന്നാവുള്ളൂ. എന്ത് നീ ചെയ്തു? അയാൾ പറഞ്ഞു, എനിക്ക് അള്ളാഹിനെ പറ്റി അറിയാം. അള്ളാഹുവിന്റെ ഹക്കിൽ നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. മാഷാ അല്ലാഹ്, ഒന്നും ഇല്ലായിരിക്കുമ്പോഴ അങ്ങനെ പറയാം ചില ആൾക്കാരെ, അതൊന്നും പറയാനില്ല. രണ്ടാമത്തെ അടിസ്ഥാന വിവരം നിനക്ക് കിട്ടിയോ? എന്നിട്ടല്ലേ കൗതുകമുള്ള വിവരം കിട്ടാൻ. നീ മരണം അറിഞ്ഞോ? മരിക്കാൻ നിനക്കറിയോ? ആ മരണത്തിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? നിന്റെ നിസ്കാരം ക്ലിയർ ആണോ? അള്ളാഹു നീയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? പടച്ച തമ്പുരാനെ നിന്റെ നിത്യജീവിതത്തിലേക്ക് നീ ഇടപെടുത്തുന്നുണ്ടോ? നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അള്ളാഹുവിന്റെ കൂടെയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെയാണ് മരണത്തെ സംബന്ധിച്ചുള്ള അറിവ്. ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദുണ്ട് അബൂ ഹാഷിം റമാനി റളിയല്ലാഹു അൻഹു. അബൂ ഹാഷിം റമാനി തങ്ങളെ ഉസ്താദിനെ കാണാൻ ചെന്നു. ഷഖീഖുൽ ബൽഖി തങ്ങളെ ചെന്നപ്പോ മടിയിൽ ഇങ്ങനെ ഒരു പൊന്തി നിൽക്കുന്നുണ്ട്. ഇസാറിൽ, നമ്മുടെ അരവസ്ത്രത്തിൽ ഇങ്ങനെ ഒരു പൊങ്ങലുണ്ട്. ഇങ്ങനെ എന്തൊരു സാധനം അതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഷഖീഖുൽ ബൽഖിയോട് റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ്, ബഹുമാനപ്പെട്ട ഉസ്താദ് ചോദിച്ചു, അബൂ ഹാഷിം റമാനി തങ്ങൾ ചോദിച്ചു, അല്ല എന്താ മടിയിൽ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇത് കുറച്ച് കാരക്കയാണ്, എന്റെ സുഹൃത്ത് തന്നതാണ്, ഒന്നുമില്ല, നോമ്പ് തുറക്കാനാവുമ്പോഴേക്ക്, നോമ്പ് തുറക്കാൻ ഇഫ്താറിന് വേണ്ടി കരുതി വെച്ചതാണെന്ന് പറഞ്ഞു. യാ ഷഖീഖ്, വൈകുന്നേരം വരെ ഞങ്ങൾ നിൽക്കുന്നുള്ള ധൈര്യത്തിലാണല്ലേ ഞങ്ങൾ നടക്കുന്നത്. നിങ്ങളോട് ഞാൻ ഒന്നും പറയാനില്ല, ഡോർ അടച്ചു. മഹാനായ ഷഖീഖുൽ ബൽഖി തങ്ങളോട് സ്വന്തം ഉസ്താദ് അബൂ ഹാഷിമുൽ ഹറാനി തങ്ങൾ. നമ്മളെ കഥയൊക്കെ അറിഞ്ഞാപ്പോ എന്താ, ഇത് വൈകുന്നേരം വരെ നിൽക്കും എന്നാണ് നീ ചിന്തിക്കുന്നതല്ലേ? നമ്മൾ ഉച്ചയായിട്ടുള്ളൂ, മഗ്രിബ് വരെ നേരത്തേക്കുള്ളത് ഇപ്പൊ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലേ? മഹാനായ സ്വഹാബി ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ സെയ്ദ് ഇബ്നു സാബിത്ത് തങ്ങളിൽ നിന്ന് ഒരു അടിമ സ്ത്രീയെ ഒരു മാസത്തേക്ക് വാടകക്കെടുത്തിരുന്നു. വാടക ജോലിക്ക് വിളിക്കും. അങ്ങനെ ഒരു മാസത്തേക്ക്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോ അത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ തഅജബൂന മിൻ ഉസാമ അൽ മുസ്തരി ലിശഹരി. ഉസാമ ബിൻ സെയ്ദ് തങ്ങളുടെ കഥ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ല സ്വഹാബ? ഒരു മാസത്തിന് വാടക എടുത്ത് പൈസ കൊടുത്തിട്ടുണ്ട് പോൽ. യാ അല്ലാഹ്, ഇന്ന ഉസാമ ലതവീലുൽ അമൽ. ഉസാമ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ കൊതിയുള്ള മനുഷ്യനാണല്ലോ, മരണം ആഗ്രഹിക്കുന്നവർക്ക് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ ഒരു ഉരുള ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു പക്ഷേ അത് ഇറങ്ങുമ്പോഴേക്കും മരണം വന്ന് എന്റെ തൊണ്ട കനത്തു പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. ഞാനൊന്ന് കണ്ണുയർത്തിയാൽ അത് അടക്കും മുമ്പേ എനിക്ക് മരണം വരുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. ഒരു കാലെടുത്ത് വെച്ചാൽ അടുത്തത് വെക്കുമ്പോഴേക്കും ഞാൻ മരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഉസാമ ഒരു മാസത്തേക്ക് വാടക കെടുത്തുന്നോ? നമുക്ക് 6 മാസം ചക്കാപ്പ് കൊടുത്തണതില്ലേ, ഒരു കൊല്ലത്തേക്ക്, 5 കൊല്ലത്തേക്ക്, 20 കൊല്ലം കൊണ്ട് അടച്ചു തീർക്കുക. എന്താണ് ഇപ്പൊ ഈ ധൈര്യമൊക്കെ? അതൊന്നും പിന്നെ ഈ ഹദീസിന്റെ മുമ്പിൽ പറയേണ്ട ആവശ്യമുണ്ടോ? തവീലുൽ അമൽ. മുഅ്മിൻ ഇങ്ങനെയല്ല. മുഅ്മിനായ മനുഷ്യൻ ഞാൻ എപ്പോഴും പോകാം. ഇതൊരു മനുഷ്യനിൽ ഉണ്ടായി കഴിഞ്ഞാൽ 3 ഗുണങ്ങൾ അയാളിൽ ഉണ്ടാകുമെന്നാണ്. ഒന്ന്, തഅജീലു തൗബ. സുബ്ഹാനല്ലാഹ്, തഅജീലു തൗബ, പെട്ടെന്ന് തൗബ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. പെട്ടെന്ന് തൗബ ചെയ്യും. ഞാൻ പെട്ടെന്ന്, ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് എത്തുകയാണെന്നോ, അങ്ങനെ ഞാൻ എക്സാജറേഷൻ പറഞ്ഞല്ല നേരത്തെ, എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു.
നമ്മളങ്ങനെ ചിലപ്പോ അങ്ങനെ ഈ ക്ലാസ്സൊക്കെ നടക്കേണ്ട മുമ്പ് അങ്ങ് മരിച്ചു എന്ന് വിചാരിക്കുക. അള്ളാഹുവിന്റെ അടുത്തുള്ള വിഷയമല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കാലോ. അതിന്റെ എത്രയോ മുമ്പ് നടക്കാതല്ല നടക്കുന്നത്. പക്ഷേ ഹദീസിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോ നമ്മളൊക്കെ എന്തോ ലോകത്താ, ഒരു റൊമാൻറ്റിക് ലോകത്താ നമ്മളൊക്കെ ജീവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു മാസത്തേക്ക് പറഞ്ഞപ്പോഴേക്കും ത്വീലുൽ അമൽ, ഇത് ഭയങ്കര അത്യാർത്ഥിയുള്ള ആളാണല്ലോ ഉസാമ എന്ന്. ആരാ ഉസാമ? ഹിബ്ബു റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് ഉസാമ ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. പെട്ടെന്ന് മരിക്കുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദു എടുക്കാൻ വേണ്ടി വുദുഇന്റെ ജഗ് എടുത്തിട്ട് ഇങ്ങനെ പുറത്തിറങ്ങും വെള്ളം ശേഖരിക്കാൻ. പക്ഷെ നബി തങ്ങൾ അവിടെ താഴെ ഇരുന്നിട്ട് മണ്ണിന്ന് തയമ്മം ചെയ്യും. ഞാൻ പറയും, നബിയെ കുറച്ചപ്പുറത്ത് വെള്ളം ഉണ്ടല്ലോ, ഒരു പക്ഷേ വെള്ളത്തിൽ എത്തുമ്പോഴേക്കും ഞാൻ മരിച്ചാലോ, ഞാൻ തയമ്മെടുക്കട്ടെ, എന്നിട്ട് വെള്ളത്തിന് അന്വേഷിക്കും. എന്നിട്ട് വെള്ളം കിട്ടിയ വെള്ളം കൊണ്ട് ഒതു കൊടുക്കും, എന്നിട്ട് നിസ്കരിക്കും. എന്തേ, എങ്ങാനും മരണം അങ്ങനെ വന്നെന്ന് വിചാരിക്കും, എനിക്ക് ഒതു ഉണ്ടല്ലോ, തയമ്മം ചെയ്തു, അല്ലാഹു അക്ബർ, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ. മരിക്കുകയാണെങ്കിൽ നിസ്കാരത്തിൽ മരിച്ചോട്ടെ. സുബ്ഹാനല്ലാഹ്. ആര്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഈ ഒരു ലോകത്തിരുന്നിട്ട് ഇതൊന്നും പറഞ്ഞാൽ ഇതിനർത്ഥം വരും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം തോന്നുകയാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന ലോകത്തിന്റെ ചില ചുറ്റുപാടുകൾ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതാണ്. നിങ്ങൾ ജീവിച്ചോളി, 99 കൊല്ലത്തേക്ക് നമ്മൾ വിസ തരാം, നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിക്കുമെന്ന. 99 കൊല്ലം ആയുസ് വരുന്നുണ്ടോ? വിസ കിട്ടിയിട്ട് എന്താ? ആള് മയ്യത്തായി കിടന്നിട്ട് വിസ കിട്ടിയിട്ട് എന്താ കാര്യം? നമ്മളങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അല്ലെ, അങ്ങനെയല്ലേ? പ്രോപ്പർട്ടി വാങ്ങിച്ച 99 കൊല്ലത്തേക്ക് വിസ റെഡിയാണ്. ആയുസുണ്ടോ? ആരറിഞ്ഞു? അടുത്ത നിമിഷത്തേക്കുണ്ടോന്ന് അറിഞ്ഞോ? യാ അല്ലാഹ്. ഇത്രയും മരണം വളരെ അടുത്തെത്തിയിരിക്കുന്നുവെന്ന് അറിയേണ്ടവനാണ്, വിശ്വസിക്കേണ്ടവനാണ് മുസ്ലിമായ മനുഷ്യൻ. മുസ്ലിം ഇങ്ങനെ ജീവിക്കാവൂ. അങ്ങനെ വന്നാൽ ഖനാഅത്തുൽ ഖൂത്ത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും. എനിക്ക് ഇത്ര വേണം, അത്ര വേണം, എനിക്ക് പോരാ, മതിയായില്ല എന്ന ചിന്ത മനുഷ്യന്റെ മനസ്സിന് വരൂല. അതാണല്ലോ നമ്മുടെ ദാരിദ്ര്യം. നമ്മുടെ ദാരിദ്ര്യം എന്ന് പറഞ്ഞത് നമുക്ക് മതിയായില്ല എന്നുള്ള തോന്നലാണ്. അത് വരൂല. യാ അല്ലാഹ്, നാളെ ഞാൻ കിടക്കാൻ പോണത് മണ്ണിലേക്കാണ്. ഇതൊക്കെ ധാരാളമല്ലേ. പിന്നെ അന്നശാതു ഫിൽ ഇബാദ, ചെയ്യുന്ന ഇബാദത്തിൽ ഉന്മേഷം ഉണ്ടാകും. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ സ്വല്ലു സ്വലാത മുവദ്ദിഇൻ, ലോകത്തോട് യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിച്ചേക്കണം. ഇമാമിങ്ങളൊക്കെ പറയില്ലേ ചിലപ്പോ, സ്വല്ലു സ്വലാത്തൽ മുവദ്ദിഅ. എന്താ ഇതിനർത്ഥം? ഗുഡ് ബൈ, ഇനി ഞാൻ ലോകത്തേക്ക് ഇല്ലട്ടോ, ഞാൻ ഖബർക്ക് പോവാണ്, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ്, അങ്ങനെ നിസ്കരിച്ചേക്കണം. ഇനി ഒരു അസ്ർ ഞാൻ നിസ്കരിക്കൂലട്ടോ, ഞാൻ മഗ്രിബ് നിസ്കരിച്ചു, ഇനി ഇശാ വരെ ഞാൻ ഉണ്ടാവില്ല, ഇശാ നിസ്കരിച്ചു, ഞാൻ സുബഹിക്കില്ല. അങ്ങനെ നിസ്കരിച്ചു നോക്കി, നിസ്കാരത്തിൽ താനേ ഖുശൂ വരും. എന്ന് പറയല്ലേ, പലപ്പോഴും പല ആളുകളും അങ്ങനെ പറയാറുണ്ട്, നിസ്കാരത്തിൽ ഖുശൂ കിട്ടണില്ല, ദ്വാരക്കണം. ഇതങ്ങ് മനസ്സിലാക്കിയാൽ താനെ വരും. ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരം, ഇനി ഞാൻ എന്ത് ഉറപ്പുള്ളത്, എന്ത് സംഭവിക്കാറ്? ഞാൻ കഴിഞ്ഞ ആഴ്ച ചെക്കപ്പ് ചെയ്തത്, ഡോക്ടർ പറഞ്ഞു എല്ലാം ക്ലിയർ ആണ്, കിഡ്നി ക്ലിയർ ആണ്, എന്റെ ലിവർ ക്ലിയർ ആണ്, എന്റെ ഹാർട്ടും ബ്രെയിനും എന്റെ ഇന്റസ്റ്റൈൻ, എന്റെ ബോഡി വളരെ പെർഫെക്റ്റ് ആണ്. പഠിച്ചോൻ ആ ഡോക്ടറല്ലേ. ഞാൻ എത്ര രൂപ നമ്മൾ കൊടുത്തതെന്നറിയോ? ഇതാകെ ചെയ്യുന്ന ആൾക്കാർ നമ്മളാ. നാട്ടിൽ പോയാലേ പ്രവാസികൾക്കാണ് ഭയങ്കര പേടിയില്ലേ. നാട്ടിലിങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കുമെന്ന് ഞാൻ പഠിത്തതും മരിക്കൂല. മരണം വരൽ അങ്ങനെയല്ലല്ലോ. റോട്ട് കറങ്ങിയ ഓട്ടോറിക്ഷക്കാരന്റെ വരവ് പോലെ, ഒരു ബൈക്കുകാരന്റെ വരവ്, കണ്ണൂർ കോഴിക്കോട് റോട്ടിലോടുന്ന ബസ്സുകാരന്റെ വരവ്, അല്ലേ? ഇതൊക്കെ മരണത്തിന്റെ സിഗ്നലുകളാണ് ഈ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. ഉദാഹരണം പറയാണ്, ആലപ്പുഴക്കാർക്ക് അവിടുത്തെ ഓരോ റോഡ് പറയാനുണ്ടാവും. പക്ഷേ ഇങ്ങനെയൊക്കെ ഇതൊന്നും ഡോക്ടർമാർക്ക് തരാൻ പറ്റുമോ? റോട്ടിലിറങ്ങിയാ മരിക്കൂലെന്ന് ഇല്ല. അതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരാൾ വന്ന് അറ്റാക്ക് ചെയ്താലോ, നിങ്ങളുടെ തലയിലേക്ക് വല്ലതും വീണാലോ, വണ്ടി വന്ന് ഇടിച്ചാലോ, ഇതൊന്നും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. എപ്പോഴും സംഭവിക്കാം. അതാണ്. ആ സർട്ടിഫിക്കറ്റും പിടിച്ച് നടക്കുകയാണെങ്കിലും ഓർമ്മ വരണം, ഞാൻ എപ്പോഴും മരിക്കും. മരണത്തിന്റെ കാരണങ്ങൾ ഞാൻ റെഡി ആയിരിക്കണം, അത്ര പ്രശ്നമുള്ളൂ. ബി പ്രിപ്പയർഡ്. അലി റളിയല്ലാഹു അൻഹു ഹസൻ എന്നവർ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഹസൻ തഅല്ലമിൽ മൗത്ത് ഇദാ ജാഅക ലം യഫാജിക്. ഹസൻ എന്നവരെ, മരണം എന്താണെന്ന് പഠിച്ചേക്കണം. മരണം വരുമ്പോ ഞെട്ടരുത് കേട്ടോ. അതുകൊണ്ട് ആദ്യം പഠിച്ചു വെച്ചേക്കണം മരണമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹസൻ എന്നവരോട് റളിയല്ലാഹു തആല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിച്ച കഥയിലേക്ക് പോകാം. നബിയെ, എന്താണ് അടിസ്ഥാന വിവരങ്ങൾ? അല്ലാഹുവിനെ പറ്റി എന്ത് പഠിച്ചു? അല്ലാഹുവിനെ പറ്റി എന്താ നിന്റെ അല്ലാഹുവിനെ പറ്റി നീ എന്തറിഞ്ഞു? എനിക്കറിയാം നബിയെ. അല്ലാഹുവിന്റെ ഹഖിൽ നീ എന്ത് ചെയ്തു? മാഷാ അല്ലാഹ്.
നിനക്ക് മരണം എന്താണെന്ന് അറിഞ്ഞു. മരണത്തിന് നീ എന്ത് ഒരുങ്ങി, മാഷാ അല്ലാഹ്. അതൊക്കെ നിങ്ങൾ പറഞ്ഞു, ഇദ്ഹാബ് ഫഅഹ്കിം മാ ഹുനാക്, നീ പോയിട്ട് ഈ വിഷയങ്ങളൊക്കെ ശരിക്കൊന്ന് പഠിച്ചു വാ. സുമ്മ തആൽ ഹത്താ ഉഅല്ലിമക മിൻ ഗറായിബിൽ, എന്നിട്ട് നീ തിരിച്ചു വാ, എന്നിട്ട് ഞാൻ കൗതുകമുള്ള ഇൽമൊക്കെ അപ്പൊ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അദ്ദേഹത്തെ പറഞ്ഞയച്ചു എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലമാ പറയാ, ഈ മരണത്തെ പറ്റിയുള്ള അറിവ് വിജ്ഞാനത്തിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദീർഘിപ്പോയി ഞാൻ അവസാനിപ്പിക്കാം. അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. കുറെ വർഷം കഴിഞ്ഞിട്ട് ഇയാൾ തിരിച്ചു വന്നു, കുറെ വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ പറഞ്ഞു, നബിയെ എന്നെ പഠിക്കാൻ പറഞ്ഞയച്ചതായിരുന്നു അങ്ങ്, ഞാനൊക്കെ പഠിച്ചിട്ട് വരികയാണ് നബിയെ, എനിക്ക് പറഞ്ഞത് എന്താണ് കൗതുകമുള്ള ഇൽമുകൾ എന്തൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാ പറഞ്ഞു കൊടുത്തത്, നെഞ്ചത്തേക്ക് കൈവെക്ക്, ഖൽബുമക്ക് കൈവെക്ക്, ഫമാ ലാ തർളാ ലിനഫ്സിക് ലാ തർളാഹു ലിഅഖീക്, നിനക്ക് ഇഷ്ടമില്ലാത്തത് നിന്റെ സഹോദരന് നീ ഇഷ്ടപ്പെടല്ല. നിനക്കിഷ്ടമില്ല നിന്നെ ആരെങ്കിലും ചീത്ത പറയണത്, നീ ആരെയും ചീത്ത പറയണ്ട. നിനക്കിഷ്ടമില്ല നിന്നെ ഒരാളെ നാണം കെടുത്തുന്നത്, നീ ഒരാളെ നാണം കെടുത്തണ്ട. നിനക്കിഷ്ടമില്ല നിന്നെ ഒരാൾ വഞ്ചിക്കുന്നത്, നീ ആരും വഞ്ചിക്കല്ല. നിനക്കിഷ്ടമില്ല നിന്നോടാരും ബഹുമാനത്തോടുകൂടെ പെരുമാറാത്തത്, നീ അങ്ങോട്ട് ബഹുമാനത്തോടുകൂടെ പെരുമാറും. നീ അങ്ങോട്ടും അങ്ങനെ ഇഷ്ടപ്പെടും. നിനക്ക് ഇഷ്ടമല്ലാത്തത് മറ്റൊരാൾക്കും നീ ഇഷ്ടപ്പെടണ്ട. നിനക്ക് എന്താണോ ഇഷ്ടം അത് നിന്റെ സഹോദരന് നീ ഇഷ്ടപ്പെട്ടേക്കണം, അല്ലെ? നീ ഇജ്ജത്തിൽ ജീവിക്കണം, നിന്റെ സഹോദരൻ അങ്ങനെ ആയിക്കോട്ടെ. നിനക്ക് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, നിന്റെ കൂട്ടുകാരൻ, നിനക്ക് അഭിമാനം, അവന് അഭിമാനമുണ്ട്, ഇത് നീ മനസ്സിലാക്കൂ. ഇതാണ് കൗതുകമുള്ള ഇൽമ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു മെസ്സേജാണ്! യാ അല്ലാഹ്, അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇതില് ബാക്കി വിഷയങ്ങൾ ഇനിയും കുറച്ച് മരണത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. സക്കറാത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കണം. പിന്നെ മരണത്തിന് എങ്ങനെ ഒരുങ്ങാൻ പറ്റും അതൊക്കെ പറയാം.